മക്കളെ തൂക്കി ആര് തൂക്കി? വാഴ 2 തൂക്കി മക്കളെ. മൂവി കണ്ടിറങ്ങിയിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങളോട് പറയാൻ വരുന്നത്. വാഴ 2 എല്ലാവർക്കും അറിയാവുന്ന പോലെ ആ മൂവിയുടെ നെയിം ആണ് വാഴ 2, ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ്. നെയിം പറയുന്ന പോലെ തന്നെ ഒരുപാട് ബ്രോസിന്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് അത്. അതിമനോഹരമായി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ഡയറക്ടർ സാവിൻ സേ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൂവിയാണ്, പക്ഷെ നമുക്ക് അത് ഒരിക്കലും ഫീൽ ചെയ്തില്ല, അത്ര നന്നായിട്ട് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് റൈറ്റ് ചെയ്തിരിക്കുന്ന വാഴ 1 എഴുതിയ വിപിൻ ദാസ് ആണ്. വിപിൻ ദാസിനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം വാഴ 1 മനോഹരമായി ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ച ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തില്ല, ഇത്രയും മനോഹരമായിട്ട് അവർക്ക് എടുക്കാൻ പറ്റുമെന്ന്. വാഴ 2 നമുക്ക് വാഴ 1-നെക്കാട്ടിലും കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. വാഴ 1 കുറെ പേർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്ഷെ വാഴ 2 ഒരുപാട് ബ്രോസിന്, ഫാമിലിക്ക്, സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്തവർക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അതിൽ ഹാഷിർ ആൻഡ് ടീം, നമ്മൾ വാഴ 1 കാണുമ്പോൾ നമുക്ക് തോന്നുമായിരുന്നു എന്തുകൊണ്ട് ഹാഷിറിനൊക്കെ കുറച്ച് സീൻസ് അല്ലേ കാണാൻ പറ്റുന്നുള്ളൂ, പോലീസ് സ്റ്റേഷനിലെ സീൻ, അങ്ങനെ കുറച്ച് സീൻസ്. പക്ഷെ വാഴ 2 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോട് നീതി പുലർത്തിയതായിട്ട് നമുക്ക് തോന്നും. അത്ര മനോഹരമായിട്ട് അവർ ചെയ്തേക്കുന്ന അടിപൊളി മൂവിയാണ്. മൂവിയെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അത് സ്പോയിലർ ആയി പോകും. ഒരു 4 ചെറുപ്പക്കാരുടെ ലൈഫിൽ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ്. ചൈൽഡ്ഹുഡ് തൊട്ട് മുകളിലോട്ടുള്ള സ്റ്റോറിയാണ് പറയുന്നത്. അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാഷിർ, അലന, അങ്ങനെയുള്ളവരൊക്കെ അതിഗംഭീരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നമുക്ക് സർപ്രൈസ് ആയി തോന്നും. ഇംപ്രഷൻസും അതിന്റെ ഇമോഷണൽസും എല്ലാം നമുക്ക് നല്ല രീതിയിൽ അത് ഉൾക്കൊള്ളാൻ പറ്റും. കുറെ പേരൊക്കെ തിയേറ്ററിൽ നിന്ന് കരയുന്നുണ്ടായിരുന്നു ഇമോഷണൽ സീൻസ് സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ. ഫസ്റ്റ് ഹാഫ് അടിച്ചു പൊളിച്ച് നമുക്ക് ചിരിച്ച് ഹാപ്പി ആയിട്ടിരുന്ന് കാണാൻ പറ്റും. സെക്കൻഡ് ഹാഫ് ഇമോഷൻ കണക്ട് ചെയ്യും നമ്മൾ എല്ലാവരുമായിട്ട്. കൂടാതെ മൂവിയുടെ മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അതിഗംഭീരമായ മ്യൂസിക്കാണ്. നിങ്ങൾക്ക് അറിയാലോ, ഒന്നാമത്തെ വാഴ 1-ലുള്ള എ ബനാനെ സോങ്സ് ഒക്കെ അത് ഹിറ്റായിരുന്നു, അത്ര ഗംഭീര ഹിറ്റായിരുന്നു അതൊക്കെ. ഈ പടത്തിലും മ്യൂസിക്കിന് പ്രാധാന്യമുണ്ട്. ഏകദേശം 9-10 സോങ്സ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അടിപൊളിയാണ്. നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും. പിന്നെ പടം ഹിറ്റാകുമ്പോൾ എല്ലാ കാര്യങ്ങളും അപ്ലിഫ്റ്റ് ആവുമല്ലോ, അതുപോലെ തന്നെ എല്ലാ രീതിയിലും അത് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലിയുമായിട്ട് പോയി ഗ്യാരണ്ടീഡ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. ഈ അടുത്തിറങ്ങിയതിൽ നല്ല രീതിയിൽ ഫാമിലി ഓറിയന്റഡ് ഒരു മൂവിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ മൂവി തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റ് വാച്ച് ആണ്. താങ്ക് യു.